സൈബർ ആക്രമണത്തിന്റെ ഉറവിടം പറവൂരാണെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA പറഞ്ഞു. VD സതീശൻ പറഞ്ഞ ബോംബ് ഇതാണോ എന്നും MLA ചോദിക്കുന്നു. തെളിവുകൾ എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്ന് KJ ഷൈൻ ടീച്ചർ പ്രതികരിച്ചു. KJ ഷൈൻ്റെ പരാതിയിൽ കൂടുതൽ പേരെ ഇന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. രാഹുൽ മാങ്കുട്ടത്തിൽ വിവാദങ്ങൾക്കിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ് പ്രയോഗവുമായി നിലവിലെ സൈബർ ആക്രമണത്തെ ചേർത്ത് വെക്കുകയാണ് KN ഉണ്ണികൃഷ്ണൻ MLA. തനിക്കെതിരായ സൈബർ ആക്രമണത്തിന്റെ ഉറവിടം പറവൂരാണെന്ന് MLA ഉറപ്പിച്ചു പറഞ്ഞു. പറവൂരിൽ നിന്നും അയാൾക്ക് എന്തോ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പോസ്റ്റ് പ്രതിപക്ഷം എന്ന അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ചാനലിലൂടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ സംസ്കാരം എന്നതിന്റെ പ്രാഥമിക കാര്യങ്ങളാണെന്നും അത് മനസ്സിലാകാത്തവർക്ക് പഠന ക്ലാസുകൾ വെക്കണമെന്നും KJ ഷൈൻ പ്രതികരിച്ചു. സ്ത്രീ പുരുഷ ലൈംഗികത നടുറോഡിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ളതല്ല. സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം. പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം. അപവാദ പ്രചാരണത്തിന് തുടക്കമിട്ട കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ചെട്ടിശ്ശേരിലിനും കുടുംബത്തിനുമെതിരായ സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ടീച്ചറുടെ പ്രതികരണം. എന്നാൽ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണം CPIM വിഭാഗീയതയുടെ മേൽചാരി പ്രതിരോധിക്കാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് ഇന്നും തുടർന്നു. സ്ത്രീകൾക്കെതിരായ അപവാദ പ്രചരണത്തിന് തുടക്കം കുറിച്ചയാളാണ് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെന്ന് പ്രതിപക്ഷ നേതാവ് സതീശന്റെ ആരോപണം. ആന്തൂരിലെ സാജന ആത്മഹത്യാൻ കാര്യം അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സണെ ഒന്നാം പ്രതിയാക്കേണ്ടതാണ് ആ കേസിൽ. അതാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അന്ന് അവരെ പ്രതിയാക്കാതിരിക്കാൻ ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആന്തൂർ സാജൻ്റെ പാവപ്പെട്ട ഭാര്യയെക്കുറിച്ച് അപവാദ പ്രചരണം തുടങ്ങി വെച്ചത് MB ഗോവിന്ദനാണ്. അയാളെ എന്നെ പഠിപ്പിക്കാൻ പറയണ്ട. KJ ഷൈൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ഇന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരുടെ അറസ്റ്റും ഇന്നുണ്ടായേക്കും. ന്യൂസ് മലയാളം, കൊച്ചി.